മൂന്നാമത്തെ ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. 5 ഉപദേശങ്ങൾ എന്ന ഹെഡിങ്ങാണ് നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റിൽ അതിന് നൽകിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയ 5 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. നബിയുടെ ഉപദേശങ്ങൾ ധാരാളമായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ചിലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായി മൊത്തത്തിൽ പറഞ്ഞ ഉപദേശങ്ങളുണ്ട്. ചിലത് പ്രത്യേകമായി ചില സ്വഹാബിമാരോട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറഞ്ഞ ഉപദേശങ്ങളും കാണാം. പല സ്വഹാബിമാരും പലപ്പോഴും അത് ഉദ്ധരിക്കാറുണ്ട്. നബി എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു, നബി എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപദേശങ്ങൾ ധാരാളമായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പം മുആദ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ നബിയുടെ കൂടെ കഴുതപ്പുറത്ത് യാത്ര പോകുമ്പോൾ നബി എന്നോട് ഇങ്ങനെ ഒരു ഉപദേശം നടത്തി എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. തൗഹീദിനെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ഹദീസ്. അപ്പോൾ അത് വേറെ ആർക്കും അപ്പം കിട്ടുന്നില്ല. അവർ പറയുമ്പോഴേ പിന്നെ വേറെ ആൾക്ക് കിട്ടുന്നുള്ളൂ. നബിയുടെ കൂടെ കഴുതപ്പുറത്ത് സഹയാത്രികരായി യാത്ര ചെയ്യുമ്പോഴാണ് നബിതങ്ങൾ അത് പറഞ്ഞത്. അതേപോലെ അബൂദർ ഗിഫാരി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 9 ഉപദേശങ്ങൾ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഷിർക്ക് മുതൽ ഇങ്ങോട്ട് 9 കാര്യങ്ങൾ പ്രത്യേകമായി എണ്ണിപ്പറഞ്ഞത്. അബൂ ഹുറൈറ തന്നെ പറഞ്ഞ മറ്റു ഹദീസിൽ കാണാം, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ, എൻ്റെ കൂട്ടുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 3 ഉപദേശങ്ങൾ ഒരു വസിയത്തായി തന്നു എന്ന് പറയുന്ന ഹദീസ് വന്നിട്ടുണ്ട്. അതേപോലെ നബിയുടെ വസിയത്തായി തന്നെ അലി പ്രതിനിധികളൊക്കെ പറയുന്ന ചില ഹദീസുകൾ കാണാൻ പറ്റും. നബിയുടെ വസിയത്തിലാക്കി അറിയണമെങ്കിൽ ഈ ഹദീസ് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഹദീസുകളും ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവായും പ്രത്യേകമായും ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങളെല്ലാം സമൂഹത്തിന് മൊത്തത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സ്വീകരിക്കാനുള്ളതാണ് താനും. ഈ ഹദീസിൽ 5 ഉപദേശങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത്. മൊത്തത്തിൽ ഒരു മനുഷ്യൻ്റെ വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന റബ്ബുമായുള്ള ബന്ധം, അതേപോലെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, മറ്റുള്ള സാമൂഹ്യമായ ബന്ധം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള 5 ഉപദേശങ്ങളാണ് ഈ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്.